ഹലോ, നമ്മളിന്ന് നല്ലൊരു പോർക്ക് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ 1 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഇളക്കി കുക്കറിൽ വെക്കുക. നമ്മളിവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഇത് വേവിക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇതിലേക്ക് ഊർന്നിറങ്ങും. പിന്നെ പോർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നെയ്യും നന്നായി ഇറങ്ങി വരും. അപ്പോൾ ഈ പറഞ്ഞ ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ട് കുക്കർ അടച്ച് ഒരു 3 വിസിൽ, കൂടിപ്പോയാൽ ഒരു 4 വിസിൽ കേൾക്കുക. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും. വെന്തതിന് ശേഷമുള്ള അവസ്ഥയാണിത്. അതായത് ഇതിൽ നെയ്യ് നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. ആ നെയ്യ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകളാണ് ഒരു മീഡിയം സൈസ് സവാള, പിന്നെ ഒരു 8-10 ചെറിയുള്ളി, പിന്നെ ജിഞ്ചറും ഗാർലിക്കും ആവശ്യത്തിന്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മുടെ ഒരു മീഡിയം സൈസ് സവാളയാണ് വേണ്ടത്. അതും ചെറുതായിട്ട് അരിഞ്ഞത് ഈ ജിഞ്ചർ ഗാർലിക്ക് ശരിയായി വരുമ്പോൾ ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പച്ചമുളകും, ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർക്കുന്നത്, അതും ചേർത്ത് നന്നായി ഇളക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമുക്കിത് ചെറിയ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ചെറുള്ളിയൊക്കെ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളതിൻ്റെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലകളെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ തീ പരമാവധി ചെറിയ തീയിൽ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് റെഡിയായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ പോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പോർക്കിൻ്റെ നെയ്യ് ഞാൻ പരമാവധി മാറ്റിയിരുന്നു. എനിക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നത് കൊണ്ടാണ് ഞാനതിൻ്റെ നെയ്യ് മാറ്റിയെടുത്തത് തന്നെ. അപ്പോൾ ആ നെയ്യ് നിങ്ങൾക്ക് കപ്പ വേവിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതും മസാലക്കൂട്ടും കൂടി നന്നായി ചേർത്തെടുക്കണം. അപ്പോൾ പോർക്കിൽ എല്ലായിടത്തും ഈ മസാല പിടിക്കണം. അതിനായിട്ടൊരു 5 മിനിറ്റോളം ചെറു തീയിൽ വെച്ച് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഗ്രേവി ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒരു 3 മിനിറ്റോളം വേവിച്ചാൽ മതിയാകും. ഇനി ഇതെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പോർക്ക് റോസ്റ്റാണ്.